Good morning, sir. Welcome to the show. Morning, Anla. Morning, viewers. സർ ഇന്നിപ്പോൾ US മാർക്കറ്റ് അവധിയാണ്. വെള്ളിയാഴ്ചത്തെ ഒരു പ്രകടനം കൂടി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിൽ ഉണ്ടായിട്ടൊരു വളർച്ച വിപണിയിൽ വലിയൊരു കറക്ഷനിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 0.37% ഇടിവിൽ 38,627.99 എന്ന നിലവാരത്തിലാണ് ഡൗ ജോൺസ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 0.82% ഇടിവിൽ 15,775.65 എന്നൊരു നിലവാരവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. S&P 500 0.48% ഇടിവിൽ 5,005.57 എന്ന നിലവാരത്തിലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇടിവിനെ തുടർന്ന് അമേരിക്കൻ സൂചികൾ പ്രതിവാരത്തിൽ ഒരു നഷ്ടത്തോടു കൂടിയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആഴ്ചയെ സംബന്ധിച്ച് US വിപണിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ പ്രധാനപ്പെട്ട എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? So, Anila, Dow Jones Index and Nasdaq in the undertone continues to be very, very bullish. നമ്മൾ ആ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 38,850 പോയിന്റ് ആയിരിക്കണം റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഒരു സൂചനയും ഇല്ല ദാറ്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഈ ഒരു നിലവിലുള്ള ബുള്ളിഷ് ട്രെൻഡ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്ക് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഇറ്റ് ഇസ് 38,000 പോയിന്റ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എത്തുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ മെയിൻ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു റെസിസ്റ്റൻസ് 18,000 പോയിന്റിലാണ് ആൻഡ് മേജർ സപ്പോർട്ട് കാണുന്നത് 17,500 പോയിന്റിലും. അത് അഗെയിൻ എനിക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സർ, കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ക്രൂഡിൽ തുടക്കത്തിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിന് തുടക്കത്തിൽ നേരിയൊരു അല്ലെങ്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 78 എന്നൊരു റേഞ്ചിന് മുകളിൽ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ക്രൂഡ് നിലവിൽ 0.69% ഇടിവിൽ 77.93 എന്ന റേഞ്ചിലാണ് WTI ക്രൂഡിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ബാരലിന് 82.91 എന്ന നിലവാരത്തിൽ 0.67% ഇടിവിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡിന്റെ കേസിൽ ഞാൻ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ബെയറിഷിൽ നിന്നും ബുള്ളിഷായി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളെ ട്രേഡിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ക്രൂഡിന്റെ മുന്നിൽ ദിസ് ഇസ് WTI ക്രൂഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് കാണുന്ന റെസിസ്റ്റൻസ് ഇപ്പൊ $80 ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ $81.50, അതിനെ തുടർന്ന് $83.50. സർ, അതിനോടൊപ്പം തന്നെ സ്വർണ്ണത്തിലേക്ക് കൂടി വരികയാണ്. സ്വർണ്ണത്തിൽ ഇന്നിപ്പോൾ ഒരു നേരിയൊരു ബുള്ളിഷ് മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച 2000 എന്നൊരു സൈക്കോളജിക്കൽ ലെവലിലും താഴേക്ക് വരെ പോയിട്ടുണ്ടായിരുന്ന വിപണിയിൽ ഇന്നിപ്പോൾ ട്രായ് ഔൺസിന് 2033.25 എന്ന നിലവാരത്തിൽ 0.45% നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഗോൾഡിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി സൈഡ്വേസ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ കഴിഞ്ഞ ആഴ്ച $240 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. സോ വീണ്ടും ഗോൾഡിന്റെ കേസിൽ ഒരു റിക്കവറി വരുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 2040 റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് സ്വർണ്ണത്തിൽ ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ചും വാരാന്ത്യത്തിലേക്ക് എത്തിയപ്പോൾ ശക്തമായിട്ട് തിരികെ കയറുന്ന വിപണിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.59% നേട്ടത്തിൽ 22,040.7 എന്നൊരു നിലവാരത്തിലാണ്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിലും 22,068.65 എന്നൊരു നിലവാരം രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ളൊരു റേഞ്ച് ബൗണ്ടിൽ നിന്നും വീണ്ടും ഒരു മുന്നേറ്റത്തിലേക്കാണോ ഇപ്പോൾ പോകുന്നത്? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെ ആയിട്ട് പ്രീ ഇലക്ഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ തുടർന്ന് പ്രീ ഇലക്ഷൻ റാലിക്കാണ് വിപണി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും നിഫ്റ്റി 50യുടെ അണ്ടർടോൺ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇറ്റ് ഹാസ് ബീൻ വെരി വെരി ബുള്ളിഷ്.
നമ്മൾ ജനുവരി മിഡിൽ ആയപ്പോഴേക്കും നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. അതിനുശേഷം അഗെയിൻ നിഫ്റ്റി 50യിൽ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് ഒരു റിക്കവറിയാണ് കണ്ടുവരുന്നത്. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മളിപ്പോൾ വീണ്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 22,150 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുള്ളിഷ് മൊമെന്റം നിഫ്റ്റി 50യിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇപ്പോൾ ബേസ് ആൻഡ് ബുൾസ് ആയിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ ബുൾസ് തന്നെയായിരിക്കും അപ്പർ ഹാൻഡ് കൊണ്ട് നടക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതല്ലെങ്കിൽ ടെക്നോളജി സ്റ്റോക്സ് അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് മുതലായ സ്റ്റോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം നിഫ്റ്റി 50യിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. സോ HDFC ബാങ്ക് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്ക് വി ഹാവ് സീൻ ദ ബോട്ടം ആൻഡ് എനിക്ക് തോന്നുന്നില്ല HDFC ബാങ്ക് 1360 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ വരും ദിവസങ്ങളിൽ HDFC ബാങ്കിൽ അതുപോലെ തന്നെ ലാർസൻ ആൻഡ് ടൂബ്രോ, ഗ്രാസിം, ഭാരതി എയർടെൽ ഇതുപോലെയുള്ള സ്റ്റോക്സിലൊക്കെ വീണ്ടും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കാനുള്ളത് ബജാജ് ഓട്ടോ, അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇത്തരം ഓട്ടോ മേജർ സ്റ്റോക്സിൽ നമുക്ക് ഒത്തിരി ബൈയിങ് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ഇപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 46,384.85 എന്നൊരു നിലവാരത്തിലാണ്. 0.36% നേട്ടം രേഖപ്പെടുത്താൻ നിഫ്റ്റി ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 46,000 എന്നൊരു റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിലും നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി മുന്നോട്ടുള്ള സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? So Nifty ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തന്നെ തുടരുന്നു. ആൻഡ് നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 47,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്കിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ആ 47,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 48,700 പോയിന്റിലായിരിക്കും. സർ, നിഫ്റ്റി ബാങ്കിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന SBIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. SBI കഴിഞ്ഞ ദിവസം പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 774.6 എന്ന നിലവാരത്തിൽ ആ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഓഹരിയിൽ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. 0.57% ഇടിവിൽ 757.35 എന്നൊരു നിലവാരത്തിലാണ്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെയും SBIയുടെയും ഒക്കെ പെർഫോമൻസ് വിലയിരുത്തുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. HDFC ബാങ്കിലും വാല്യൂഷനിലൊക്കെ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് SBI ബാങ്ക് ആണ് എന്ന തരത്തിലുള്ള അനലിസ്റ്റുമാരുടെ നിരീക്ഷണങ്ങളും എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SBIയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് ഒരു സമയമായിട്ടുണ്ടോ? So State Bank of ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഇറ്റ്സ് നോട്ട് എ 52-week ഹൈ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡിംഗ് അവസാനിപ്പിച്ചത് ഇറ്റ് വാസ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനുവരി മാസത്തിൽ 600 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിൻ്റെ ഒരു ബോട്ടമിങ് ഔട്ട് നടത്തുന്നത്. ആൻഡ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിച്ചേർന്നത് 774 രൂപയിലും. അതിനുശേഷമായിരുന്നു നമുക്ക് ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായത്. സോ ഇന്ന് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നില്ല ബിക്കോസ് ദ റിസ്ക് ഇസ് ടു ഹൈ. And I think we will see profit taking in State Bank of India. അങ്ങനെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ 720 മുതൽ 730 രൂപ വരെ ആയിരിക്കും.
സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ്. ഓഹരിയെ സംബന്ധിച്ച് പറയും ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 2 മാസങ്ങൾ മാത്രമേ കഴിയുന്നുള്ളൂ എന്ന് മാത്രമല്ല വലിയ തോതിൽ ചലനങ്ങൾ സൃഷ്ടിക്കാതെ കടന്നു പോയ ഒരു ലിസ്റ്റിംഗ് കൂടിയായിരുന്നു ഫെഡ്ഫിനയുടേതെന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഓഹരിയിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 1.74% നേട്ടത്തിൽ 128.5 എന്ന നിലവാരത്തിലാണ്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ 15 രേഖപ്പെടുത്തിയ 153.6 എന്ന നിലവാരമാണ്. പിന്നീട് അതിനുശേഷം തുടർച്ചയായിട്ടൊരു ഇടിവാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സർ കാണുന്നുണ്ടോ? സോ ഫ്രം എ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് തീർച്ചയായിട്ടും നമുക്ക് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ നമ്മുടെ ലിസ്റ്റിലോട്ട് ചേർക്കാൻ സമയമായിട്ടുണ്ട്. സോ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലിസ്റ്റിങ്ങിന് ശേഷം ഇതിലൊരു റെക്കോർഡ് ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത് 120 രൂപ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്റ്റോക്കിന്റെ എല്ലാ ട്രെൻഡുകളും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഐ തിങ്ക് നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ഇന്ന് തന്നെ ഇതിലൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കേണ്ട, ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്തുക. ഈ ആഴ്ച 120 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിച്ചിട്ട് വേണം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട്. അത് മുന്നേറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 134, അതിനെ തുടർന്ന് 140. ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് അതേ സമയത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട വേറൊരു സ്റ്റോക്ക് ആയിരുന്നു ഗന്ധാർ ഓയിൽ റിഫൈനറി. ആൻഡ് ഗന്ധാർ ഓയിലും ഇതേപോലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇതിന്റെ ഒരു ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ആ ഒരു ഓൾ ടൈം ലോ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത് 228 രൂപയ്ക്ക് അടുത്തായിരുന്നു. എഗെയിൻ ഗാന്ധാർ ഓയിലിന്റെ കേസിലും എനിക്ക് തോന്നുന്നില്ല 228 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ഈ ആഴ്ച ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 240, 250 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി ഐ തിങ്ക് ദിസ് വിൽ ബി എൻ എക്സലന്റ് പിക്ക്. ആൻഡ് ഈ 2 സ്റ്റോക്കും ലിസ്റ്റ് ചെയ്ത അതേ സമയത്ത് മറ്റൊരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിരുന്നു ടാറ്റ ടെക്നോളജീസ്. ടാറ്റ ടെക്നോളജിയുടെ കേസിലും എനിക്ക് തോന്നുന്നത് വി ഹാവ് സീൻ ദ ബോട്ടം. ആൻഡ് ടാറ്റ ടെക്നോളജിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1070 രൂപ. ആൻഡ് ഐ തിങ്ക് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇൻഡെക്സിലെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ അവസാന ലാപ്പിൽ ഓടിക്കയറുന്ന ഒരു ട്രെൻഡായിരുന്നു കാണാൻ സാധിച്ചത്. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ് നൽകിയൊരു പങ്ക് ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 1.94% നേട്ടത്തിൽ 938.4 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇൻട്രാഡേ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 3%-ലധികം നേട്ടം രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പിന്നീട് ഈ ഒരു 1.9% നേട്ടവുമായിട്ട് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ റേഞ്ച് ആയിട്ടുള്ള 950 രൂപയ്ക്ക് വളരെ അടുത്ത് നിന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 948.8 എന്നൊരു നിലവാരം വരെ ഉയരാനും ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ പുതിയ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് ഓഹരിയിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയതെന്ന് തരത്തിലുള്ള അപ്ഡേറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ 960 രൂപ ഇസ് എ വെരി വെരി മേജർ റെസിസ്റ്റൻസ്. ആൻഡ് 960 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. എങ്കിൽ പോലും നമുക്ക് ടാറ്റ മോട്ടോർ മാത്രമല്ല മാരുതി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മുതലായ ഓട്ടോ സ്റ്റോക്സിലൊക്കെ നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ഓൾ ടൈം ഈ സ്റ്റോക്സ് ഒക്കെ തന്നെ പുതിയ റെക്കോർഡ് ഹൈ ലെവൽസിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ലോ റിസ്കിൽ എടുക്കാൻ ഒരു അവസരം കാണുന്നില്ല. ആൻഡ് ഓട്ടോ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഓട്ടോ ഇൻഡെക്സും വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസിംഗ് അവസാനിച്ചത്. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് രോഹിത് എന്നൊരു പ്രേക്ഷകൻ മദേഴ്സൺ എന്ന ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മദേഴ്സണുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്?
ഇപ്പോൾ മദേഴ്സണിൽ 2 മദേഴ്സൺസ് ഉണ്ട്. സംവർദ്ധ മദേഴ്സൺ ഇന്റർനാഷണൽ ആണെങ്കിൽ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ് ആൻഡ് സ്റ്റോക്ക് നേരിടാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 120 രൂപയ്ക്ക് അടുത്തായിരിക്കും. സ്റ്റോക്ക് 108 രൂപയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം we have got to consider closing the long position. സോ അതല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും മദേഴ്സൺ സംവർദ്ധന മദേഴ്സണിൽ കാണുന്നില്ല. മറ്റേ സ്റ്റോക്ക് ഇസ് മദേഴ്സൺ സൂമി വയറിംഗ് ആൻഡ് ഈ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. മദേഴ്സൺ സൂമി വയറിംഗിന്റെ കേസിൽ 75 രൂപ ഇസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 4 മുതൽ 6 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ, സന്തോഷ് പി ചീരൻ എന്നൊരു പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 3.94% നേട്ടത്തിൽ 54.1 എന്ന നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തി 71.8 എന്നൊരു നിലവാരവുമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? Long term and short term trend is very much bullish. ആൻഡ് കഴിഞ്ഞ 6 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല സ്റ്റോക്ക് 49 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് ലെവൽസിൽ വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 60 രൂപയും അതിനെ തുടർന്ന് 65 രൂപയിലും അതിനെ തുടർന്ന് 71 രൂപയിലും. യെസ് സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുള്ള കിരൺ ചോദിച്ചിരിക്കുന്ന ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 9.25% നേട്ടത്തിൽ 421 എന്നൊരു നിലവാരത്തിലായിരുന്നു. ഓഹരി ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 8 രേഖപ്പെടുത്തിയ 467.8 എന്ന നിലവാരമാണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് സാറിൻ്റെ വ്യൂ എന്താണ്? യുടെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് കഴിഞ്ഞ 10-15 ദിവസത്തിനിടെ നമ്മൾ ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ ഇടയായിട്ടുണ്ട്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഇറ്റ്സ് 52 വീക്കായി അറൌണ്ട് 468 രൂപ ഇസ് എ വെരി മേജർ റെസിസ്റ്റൻസ്. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. 468 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും ആ ലെവലിൽ നിന്നും 20 മുതൽ 30 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യും. സർ, മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള നിച്ചു ചന്ദ്രൻ ക്ലൗഡ് അഥവാ വരേനിയം ക്ലൗഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.41% ഇടിവിൽ 93.4 എന്നൊരു റേഞ്ചിൽ ആയിരുന്നു. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഫെബ്രുവരി 15 രേഖപ്പെടുത്തിയ 346.15 എന്ന നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇതൊരു സ്മോൾ ക്യാപ്പ് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് 2022 ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ദർ ഹാസ് ബീൻ എ ലോട്ട് ഓഫ് മാനിപ്പുലേഷൻ ഇൻ ദ സ്റ്റോക്ക്. സോ അതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഒരിക്കലും ഞാനൊരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്തിട്ടില്ല. സ്റ്റോക്കിന്റെ എല്ലാ ട്രെൻഡുകളും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ കമ്പനിയുടെ ബിസിനസ്സും കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലും നമ്മൾ കംഫർട്ടബിൾ ആകും. യെസ് സർ, അതിനോടൊപ്പം തന്നെ അനിൽകുമാർ എന്നൊരു പ്രേക്ഷകൻ UPL ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 0.63% നേട്ടത്തിൽ 490.4 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഫെബ്രുവരി 17 രേഖപ്പെടുത്തിയ 780 എന്ന നിലവാരമാണ്. ഒരു ഡിസംബറിൻ്റെ പകുതിയോടെ തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് ഇത്. UPLുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സോ UPLന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിൽ നമുക്ക് ഈ ആഴ്ച ഒരു അല്പം ഷോർട്ട് കവറിംഗ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ആ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല സ്റ്റോക്കിന് 520 മുതൽ 560 രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്.
ഇത്തരം സ്റ്റോക്സിൽ അറ്റ് ദിസ് മൊമെന്റ് പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഇൻഡെക്സ് ബേസ്ഡ് ഹെവി വെയ്റ്റ്സിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിരവധി ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്സിൽ നമുക്കൊരു നല്ല കറക്ഷൻ നേരിട്ട് ഒത്തിരി സ്റ്റോക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബജാജ് ഫിനാൻസ് നമുക്ക് ലോങ് പൊസിഷൻ നൽകാൻ ഒരു അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. HDFC ബാങ്കിൽ വി ഹാവ് സീൻ മേജർ കറക്ഷൻ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജി സ്റ്റോക്സ് ഐ തിങ്ക് ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് വി ക്യാൻ എക്സ്പെക്ട്. ഫോർ എക്സാമ്പിൾ TCSൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്ത് വരുന്നുണ്ട്. യെസ് സർ. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നിപു തോമസ് എന്നാണ് പ്രേക്ഷകന്റെ പേര്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. 0.43% ഇടിവിൽ 34.35 എന്ന നിലവാരത്തിലാണ്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി രേഖപ്പെടുത്തിയത് 40.15 എന്ന നിലവാരമാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കും അതുപോലെ തന്നെ PSUയിലുള്ള സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ഒക്കെ തന്നെ ഒരേ പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, IOB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകിയ സ്റ്റോക്സ് ആയത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആക്ച്വലി 40.15 52 വീക്ക് ഹൈ അല്ല, ഇറ്റ് ഇസ് ആൻ ഓൾ ടൈം ഹൈ. ആൻഡ് ഇതിന്റെ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു കയറ്റം നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് അറ്റ് ദിസ് മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബോത്ത് ബുള്ളിഷ്. ബട്ട് എങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 40 രൂപ 15 മുതൽ 30 രൂപ വരെ ഉള്ള സപ്പോർട്ട് ലെവൽ, ദാറ്റ് ഈസ് എ ബിഗ് ട്രേഡിംഗ് റേഞ്ച്. ആൻഡ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ XRO ടൈൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 0.81% ഇടിവിൽ 109.75 എന്നൊരു നിലവാരത്തിലായിരുന്നു വെള്ളിയാഴ്ച ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 5-ാം തീയതി രേഖപ്പെടുത്തിയ 152 എന്ന നിലവാരമാണ്. XRO ടൈൽസുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ XRO ടൈൽസ് അൺഫോർച്ചുനേറ്റ്ലി അഗെയിൻ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ആൻഡ് ഈ സ്റ്റോക്ക് 2021 ലിസ്റ്റ് ചെയ്തതിന് ശേഷം തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് നേരിട്ടുകൊണ്ടിരുന്നത്. 2023 മുതൽ ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു സ്റ്റോക്കിലും തൽക്കാലം ലോങ് പൊസിഷൻസ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുക. സർ, ഡാനിയൽ ജോൺ എന്നൊരു പ്രേക്ഷകൻ ഫെഡറൽ ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി ബാങ്കിൽ ഏറ്റവും അധികം നേട്ടം നൽകിയ ഓഹരികളിൽ ഒന്ന് കൂടിയായിരുന്നു ഫെഡറൽ ബാങ്ക്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 4.89% നേട്ടത്തിൽ 164.25 എന്ന നിലവാരത്തിലാണ്. ഒരു പുതിയ 53 ഹൈ റേഞ്ച് ആയിട്ടുള്ള 165.8 എന്നൊരു നിലവാരം ക്രിയേറ്റ് ചെയ്യാനും വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ ഫെഡറൽ ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? സോ ഇതിലൊരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആക്ച്വലി ഫെഡറൽ ബാങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും എനിക്ക് പേഴ്സണലി പൊസിഷനുണ്ട്. ആൻഡ് ആക്ച്വലി നമ്മൾ ഫെഡറൽ ബാങ്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 ക്വാർട്ടർലി റിസൾട്ട് വരുന്ന സമയത്തും മികച്ച ക്വാർട്ടർലി പെർഫോമൻസ് നൽകിയതിന് ശേഷം പോലും ഈ സ്റ്റോക്കിൽ നമ്മൾ വലിയ കനത്ത സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിങ്ങിലായിരുന്നു ഫൈനലി നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് ഇസ് നൗ ട്രേഡിംഗ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അടുത്ത 3 സെഷൻസിനിടെ നമുക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ 155, 160 ആ ഒരു റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ then it will be worth it.